എല്ലാവർക്കും മധുരമിഠായി യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ രാമൻ മാഷിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഒരുപാട് വർഷത്തെ സർവീസിന് ശേഷം മാഷ് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ മാഷിന് നിങ്ങളൊക്കെ കാണാനും വർത്തമാനം പറയാനും ഒക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. പഴയ കുട്ടികളെല്ലാം മാഷിനെ കാണുക. മാഷിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ മധുരമിഠായിയായിട്ട് പങ്കുവയ്ക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യണേ. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ മാക്സിമം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ അയയ്ക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തായാലും ഏറെ ഹൃദ്യമായി നമ്മുടെ രാമൻ മാഷിനെ മധുരമിഠായി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് KM രാമൻ മാഷ്. സ്ഥലം കാരാകുറിശ്ശിയാണ്. വീട്ടുപേര് ഷൈജു നിവാസ്. ഞാൻ ജനിച്ചതും വളർന്നതും മൂവാറ്റുപുഴയിൽ കടവൂർ എന്ന ഒരു പ്രദേശത്താണ്. അവിടെ അന്ന് കാലത്ത് തന്നെ ഹൈസ്കൂളൊക്കെ ഉണ്ട്. പാവപ്പെട്ട ഒരു വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ സഹോദരങ്ങൾ 10 പേരുണ്ട്. ഞങ്ങൾ മൊത്തം 10 പേരാണ്. അതിൽ സ്കൂളിൽ കാര്യമായി പഠിച്ചത് ഞാനാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞത് 65-ലാണ്. 66-ൽ എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടി. എറണാകുളത്ത് കൊച്ചിയിൽ പോയിട്ട് നേവി ഓഫീസിൽ പോയി അവിടെ പരേഡ് പങ്കെടുക്കുകയും സെലക്ഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ പട്ടാളത്തിൽ ചേർന്നാൽ എല്ലാവരും മരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ആ പേടി കൊണ്ട് എന്നെ പോകാൻ സമ്മതിച്ചില്ല. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞത്. അന്ന് എന്നെ TTCക്ക് അപ്ലൈ ചെയ്തു. TTCക്ക് ഞങ്ങൾ 4 പേരാണ് അവിടുന്ന് അപ്ലൈ ചെയ്തത്. ഒന്ന് ഒരു ജോസ് കിഴക്കേക്കുന്ന്, പിന്നെ ഒരു ആലിനാൽ തങ്കപ്പൻ, കുര്യാക്കോസ് ജോസ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ അപ്ലൈ ചെയ്തു. 4 പേർക്കും പാലക്കാട് ചിറ്റൂർ TTCക്ക് അഡ്മിഷൻ കിട്ടി. 66 മെയ് 18-ന് അന്ന് ഇവിടെയാണ് AU ഓഫീസ്. പാലക്കാട് കോട്ടയ്ക്കകത്തായിരുന്നു ഓഫീസ്. അങ്ങനെ അവിടെ DO ഓഫീസിൽ വന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയും പിന്നെ ജൂൺ 1-ാം തീയതി ചിറ്റൂർ ട്രെയിനിങ് സ്കൂളിൽ, ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ, കണ്ണാടി സ്കൂളിലാണ്, കണ്ണാടി സ്കൂൾ എന്നാണ് പറയുക, അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ പോയി ജോയിൻ ചെയ്ത് ഞങ്ങൾ 4 പേരും ഒരു വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ചിലർക്ക് സൗകര്യം പോരാന്നായിട്ട് 2 പേരും അവിടെ നിന്ന് മാറി. ഞാനും കുര്യാക്കോസും ഒരു വീട്ടിലൊരമ്മയുടെ കൂടെ, വയസ്സായ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ കൂടെ അവിടെ കഴിഞ്ഞു. അല്ല, അവിടെ ഹോസ്റ്റലൊന്നും ഇല്ല. അങ്ങനെ 2 കൊല്ലം അവിടെ നിന്ന് പഠിക്കുകയും ഈ 2 കൊല്ലത്തിനിടയിൽ ഞങ്ങളൊരു സമരം ചെയ്തു. എല്ലാ ദിവസവും യൂണിഫോം ധരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അത് കഴിയില്ല. എല്ലാവർക്കും അന്ന് കാശില്ലാത്ത സമയമാണ്. യൂണിഫോം എല്ലാ ദിവസവും 2-3 ജോഡി വാങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഒരു ജോഡിയൊക്കെ വാങ്ങാനേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ആക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു സമരം നടത്തി. സമരം നടത്തിയെന്ന് വെച്ചാൽ സ്കൂള് പിക്കറ്റ് ചെയ്തു. അധ്യാപകരെല്ലാം ഒരു ഓഫീസിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ ചുറ്റും കൂടി ഓഫീസിന് ഉള്ളിൽ അവരാക്കി ഞങ്ങൾ ചുറ്റും കൂടി ഇരുന്ന് എങ്കിലാ വിളിച്ച് അങ്ങനെ സമരം ചെയ്തു.
എന്നുവെച്ചാൽ അന്ന് 10-40 വയസ്സുള്ള അധ്യാപകർ ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. ട്രെയിനിങ് ഇല്ലാത്ത അധ്യാപകർ TTC കഴിയാൻ വേണ്ടിയിട്ട് 2 കൊല്ലം ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ 10-40 വയസ്സൊക്കെ ഉണ്ടാവും. ചിലർക്ക് 35-40 വയസ്സുള്ള അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ സമരം ചെയ്ത് പോലീസും അവിടെയുള്ള പോലീസും പിന്നെ അഡ്വക്കേറ്റുമാരും ഒക്കെ വന്ന് വൈകുന്നേരത്തെ ഒരു 4 മണിയായപ്പോഴത്തേക്കും വന്നിട്ട് ഞങ്ങൾ കൂടി ആലോചന നടത്തി. അങ്ങനെ അധ്യാപകരായിട്ട് കൂടി ആലോചന നടത്തിയിട്ട് ആഴ്ചയിൽ 2 ദിവസമാക്കി മാറ്റി. യൂണിഫോം ആഴ്ചയിൽ 2 ദിവസം. അപ്പം അന്ന് നേരത്തെ ഒരു അപ്പു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പുവാണ് സ്കൂളിൻ്റെ ലീഡറായിട്ട്. ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു, ഇനി രാമനാണ് ഈ സ്കൂള് അവസാനം വരെ, നിങ്ങളുടെ പീരീഡ് അവസാനം വരെ സ്കൂളിൻ്റെ ലീഡർ ഇന്ന് മുതൽ എന്ന് പറഞ്ഞ് എന്നെ സ്കൂൾ ലീഡറായിട്ട് നിയമിച്ചു. അതൊരു സംഭവമായി. അതെ. അപ്പോൾ രാവിലെ എന്നും സ്കൂൾ അസംബ്ലി ഉണ്ട്. അസംബ്ലിക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ആ 2 കൊല്ലം അങ്ങനെ സ്കൂൾ ലീഡറായി തുടങ്ങി. എനിക്ക് ഈ സോഡിയത്തിൻ്റെ കുഴപ്പമുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ ആകെ ഒരു പ്രശ്നം അതാണ്. ഇപ്പോൾ മദർക്കയുള്ള ചികിത്സയിൽ അങ്ങനെ ഞാൻ ലീഡറല്ലേ. അപ്പോൾ ഒരു ദിവസം ഹെഡ് മാസ്റ്റർ വിളിച്ചു. സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ, രാമൻ നീ ഒരു കാര്യം ചെയ്യും, അൺട്രെയിൻഡായിട്ട് ഒരു അപേക്ഷ TTC കഴിഞ്ഞ് അധ്യാപക നിയമനത്തിനുള്ള ഒരു അപേക്ഷ അയക്കാൻ പറഞ്ഞു. PD ടീച്ചർ അപേക്ഷ അയക്കണം, നീ വന്നാൽ മതി, ഞാൻ അപേക്ഷാപത്രമൊക്കെ ശരിയാക്കി തരാമോ. അങ്ങനെ അവിടുത്തെ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി സെക്കൻഡ് ഇയർ ആണെന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ഞാൻ TTC പാസ്സായില്ല കാരനാണെന്നുള്ളതിൽ അൺട്രെയിൻഡ് ആയിട്ട് അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷിച്ച് എനിക്ക് സെപ്റ്റംബറിൽ മാഷായിട്ട് നിയമനം കിട്ടി. എവിടെയാണെന്ന് വെച്ചാൽ അട്ടപ്പാടി ഷോളയൂർ GTS, ഷോളയൂർ GTS ഗവൺമെൻറ് ട്രൈബൽ സ്കൂളാണ്. അങ്ങ് അറ്റത്തേക്ക് പോകണം. അതായത് ആനകട്ടിയിൽ നിന്ന് ഇറങ്ങി, ആനകട്ടിയിൽ ബസ് ഇറങ്ങി പിന്നെ 13 കിലോമീറ്റർ നടക്കണം. വേറെ വഴിയുള്ളത് അവിടേക്ക് റേഷൻ കടയിലേക്ക് അരി കൊണ്ടുപോകണതും പിന്നെ അവിടെ എസ്റ്റേറ്റുകളുണ്ട്, അവർക്ക് ശമ്പളം കൊണ്ടുപോകുന്നതും അതിലുള്ള വണ്ടികൾ വന്നാൽ അത് കയറി പോവാം. അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കയറ്റി കൊണ്ടുപോകും. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. സെപ്റ്റംബറിൽ എനിക്ക് ഞാൻ കന്നുകൂട്ടാനൊക്കെ പോകാം. കന്നുകൂട്ടാൻ വയലിലെ കന്നുകൂട്ടാനൊക്കെ പോയി കന്നുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ. അപ്പോൾ ജൂണിൽ റിസൾട്ട് വന്നു. സെപ്റ്റംബറിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ മാഷായിട്ട് 68 ഷോലയൂർ മാഷായിട്ട് സെപ്റ്റംബർ 19-ാം തീയതി രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ ഇവിടെ എനിക്ക് ഒരു നിശ്ചയമില്ലല്ലോ, അട്ടപ്പാടിയെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല. ഞാൻ മണ്ണാർക്കാട് എൻ്റെ ഒരു സിഡ്നി ഹട്ടൻ എന്നത് എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ട് TTC അവൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. രോഗിയുമ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അവിടെ വന്ന് പിറ്റേ ദിവസം പോകും. അങ്ങനെ സിഡ്നി ഹട്ടൻ്റെ വീട്ടിലെത്തി. മണ്ണാർക്കാട് വരെ എത്തി. മണ്ണാർക്കാട് എന്നിട്ട് സിഡ്നി ഹട്ടൻ്റെ വീട്ടിൽ പോയി
താമസിച്ച് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് സിറ്റിയുടെ അച്ഛൻ MEMS ബസ്സുണ്ടായിരുന്നു, ആനകെട്ടി. അത് രാവിലെ 6 മണിക്ക് ആനകെട്ടി 9 മണിക്ക് അവിടെ എത്തും. അങ്ങനെ ആ ബസ് കയറ്റി സിറ്റിയുടെ അച്ഛൻ്റെ കൂടെ അടുത്തിരുന്ന് ഞാനന്ന് 18 വയസ്സല്ല വാങ്ങി. അപ്പോൾ സിറ്റിയുടെ അച്ഛനെ അവിടെ ചെന്നിറങ്ങി ചായ കുടിച്ചു, ചായയൊക്കെ വാങ്ങി തന്നു, ഭക്ഷണമൊക്കെ വാങ്ങി തന്നിട്ട് പോലീസുകാരുടെ കേന്ദ്രമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇത് കാരാകൃഷിക്കാരനാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കടൂരുള്ള ഇപ്പം ഇവിടെ PSC കിട്ടി ഷോലിയൂർ സ്കൂളിൽ മാഷായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും വണ്ടി വന്നാൽ കയറ്റി വിടണം, നടത്തി വിടരുത്. എന്നാ വെച്ചാൽ എനിക്ക് തടിയില്ല, വണ്ണമില്ല, ഹൈറ്റും കഷ്ടി 5.5 അടി ഒക്കെ ഉണ്ടാവും. കണ്ടപ്പോൾ തന്നെ അപ്പം അത് ചെയ്തു. അത് നിങ്ങൾ പേടിക്കണ്ട, ഏതെങ്കിലും സുരക്ഷിതമായിട്ട് വണ്ടിയിലെ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബലമൊക്കെ തന്നിട്ട് പോയി. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. ഞങ്ങളെ കണ്ട്